വളരെ സന്തോഷം. കാരണം നമ്മുടെ ഫോട്ടോ നമ്മുടെ ഇതിലുള്ള ഫോണില് അല്ലെങ്കിൽ ടിവിയിൽ കാണുമ്പോൾ വലിയ സന്തോഷം. അതുമാതിരി നമ്മൾ നാളെ വലിയ വലിയ ഇന്റർവ്യൂസ് ഒക്കെ ചെയ്യാനുള്ള ആളുകളാണ്. കാരണം കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ്. വലിയ അവസരമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ. അത് ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാവുള്ളൂ. മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളതിനെ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഗ്രാബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം. പിന്നെ സിവിൽ വന്നിട്ട് 5 വർഷം കഴിഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടി സിവിൽ മുന്നോട്ട് പോകുന്നു. സ്റ്റാർ പ്ലാറ്റിനം അച്ചീവറാണ്. വളരെ സന്തോഷം. ഈ ഒരു പ്രസ്ഥാനം പരിചയപ്പെട്ട് തുമ്പൂരിന്റെ പവർഫുൾ ലീഡർ ടെക്നിക്കൽ അച്ചീവർ സാറ് തിരുനാടാണ്. വളരെ സന്തോഷത്തോടു കൂടി അവരെ ഒന്നും ഓർക്കുന്നു. അപ്പൊ നമുക്കറിയാം മാർസിയം ബിസിനസ്സിൽ നമുക്ക് വരുമ്പോ നമ്മള് ഒരു നേരിട്ടൊരു ലീഡർ കൊണ്ടുവരുന്നു. അതിന് ശേഷമാണ് നമ്മൾ പല ലീഡേഴ്സിനെ നമ്മൾ അറിയുന്നത്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, ആരാണ് നമ്മൾ കൊണ്ടുവന്നതെന്ന് നമ്മൾ ഇന്നും ഓർത്തിരിക്കണം. അദ്ദേഹത്തിന് ശേഷമാണ് നമ്മൾ എല്ലാ ലീഡേഴ്സിനും പരിചയപ്പെടുന്നതും. അതിനുശേഷം നമുക്ക് പുതിയ പുതിയ വ്യക്തികളെ കൊണ്ടുവരാനുള്ള ഒരു കാര്യങ്ങൾ നമ്മൾക്ക് എപ്പോഴും നിയർ ബൈ പറഞ്ഞു തരുന്ന ലീഡറാണ് നമ്മളെ നേരിട്ട് കൊണ്ടുവന്ന നമ്മൾ ഈ ആർസിമിലേക്ക് പരിചയപ്പെടുന്ന ലീഡർ. അപ്പോൾ ഏത് വഴി ആയാലും ആ വഴി മറക്കാതെ നമ്മൾ മുന്നോട്ട് പോവാൻ. പല സാഹചര്യങ്ങൾ കൊണ്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവാം. ഞാൻ പറയുന്ന ഒരു കാര്യം, എല്ലാവരും പ്രശ്നങ്ങളൊന്നും നോക്കാതെ ആർസിം ചെയ്യണം. കാരണം അത് എന്താ പറയാ, നമുക്ക് ചില അനുഭവങ്ങളും കൂടെ നമ്മൾ നേരിട്ട് പറയാന്ന് പറയുമ്പോൾ അതിനൊരു റിയാലിറ്റി ഉണ്ടാവും. അങ്ങനെ ഒരു അവസ്ഥ കൂടെ കടന്നുകൊണ്ട ഒരു വ്യക്തിയാണ്. എങ്കിലും ഞാൻ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും ഞാൻ ആർസിമിൽ വിടാതെ നിന്നു. 5.5 വർഷത്തിനിടയിൽ ആകെ 3 മാസമാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. 3 മാസമാണ് ഞാൻ ആർസിമിലൊന്ന് വിട്ടു നിന്നപ്പോ. സൗണ്ട് ഇത്തിരി ക്ലിയർ കുറവുണ്ടല്ലോ. റേഞ്ച് കുറവുണ്ടോ? കേൾക്കുന്നില്ലേ സാറേ? സാറേ കേൾക്കുന്നുണ്ടല്ലോ. കേൾക്കുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ. 5.5 വർഷത്തിന് ശേഷം 3 മാസമാണ് ഞാൻ ആർസിമിൽ വിട്ടു നിന്നിട്ടുള്ളത്. പക്ഷെ 3 മാസം വിട്ടു നിന്നപ്പോൾ ഉണ്ടായ അനുഭവം 5 വർഷം ഞാൻ പിന്നോട്ട് പോയെന്നുള്ളൊരു ഫീലാണ് എനിക്ക് വന്നത്. അത് ആർക്കും വരാതിരിക്കില്ല. അപ്പം നമുക്കറിയാം, കമ്പനി നമുക്ക് വിജയിക്കാൻ ഒരുപാട് നിയമങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ. 21 ഗോൾഡൻ സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിസ്ഥാനമാണ് ബേസിക്, 6 ബേസിക്. അത് വളരെ നല്ല രീതിയിൽ എല്ലാ ലീഡേഴ്സും പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ തുടക്കത്തിൽ വരുമ്പോ നമ്മളൊരു ലീഡർ കാറ്റഗറിയിലേക്ക് കയറുമ്പോൾ നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പാഠാണ് 6 ബേസിക്. അതിൽ നിന്നാണ് നമുക്ക് സജീവ് സാറ് പറഞ്ഞ മാതിരി 10 നില കെട്ടി പൊക്കണമെങ്കിൽ 5 നില കെട്ടിപ്പൊക്കിയിട്ട് 6 ബേസിക് പഠിച്ചാൽ ബാക്കി 5 നില നമ്മളെ പണിയാൻ സാധിക്കില്ല. തുടക്കത്തിൽ നമ്മളൊരു 21 സ്റ്റെപ്പ് പണിയാനുള്ള ഒരു ബേസിക് നമ്മൾ ആർസിമിൽ പഠിച്ച് കയറിയാൽ തന്നെയാണ് 21 നില ധൈര്യമായിട്ട് പണി. ഞാനൊരു ബിൽഡറാണ്. ഒരു നിലയുടെ ഫൗണ്ടേഷൻ ഇട്ട് പണിത് പോയി കഴിഞ്ഞാൽ അവർ പറയാൻ എനിക്ക് 2 നില കൂടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ? അപ്പൊ നമ്മളെപ്പോഴും നമ്മൾക്കൊരു ധാരണ ഉണ്ടാവണം, ഇത് അദ്ദേഹം നാളെ 2 നില 3 നില പണിത് കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവരുന്നുള്ളൊരു ചിന്ത ആർക്കുണ്ടാവണം? ഈ വർക്ക് എടുക്കുന്ന ഒരു എഞ്ചിനീയർക്കോ അല്ലെങ്കിൽ ഒരു വർക്കർക്കോ ഒരു പ്ലാൻ ചെയ്യുന്ന വ്യക്തിക്കോ ഉണ്ടായിരിക്കണം. കറക്റ്റ് ആയിരിക്കണം ആ ധാരണ. കാരണം നാളെ നമുക്കറിയാം, നാളെ നമ്മൾ എമറാൾഡും സ്റ്റാർ എമറാൾഡും റൂബിയും സ്റ്റാർ റൂബിയും സഫയറും സ്റ്റാർ ഡയമണ്ടും ഒക്കെ ആവും അല്ലെ. അപ്പൊ നമ്മള് ഒരു എമറാൾഡ് വരെയുള്ള ബേസ് ഇട്ട് പോയാൽ നമുക്ക് റൂബിയോ സ്റ്റാർ എമറാൾഡോ ആവാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ബേസിക് കറക്റ്റ്. അപ്പൊ അതാണ് നമ്മുടെ 6 ബേസിക്. അതിനുശേഷമാണ് നമുക്ക് ഇതിൽ കാതലായ ഒരു ഭാഗം. നമ്മൾക്കറിയാം, ഏതൊരു മരം വെട്ടിയാലും അതിനുള്ളൊരു കാതലുണ്ടാവും അല്ലെ. കാതലിന് ഒരിക്കലും എന്തരിക്കില്ല, ചെതലരിക്കില്ല. അത് സ്ട്രോങ് ആയിരിക്കും. ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പറിക്കുക. അമാരത്തൊരു ഗട്സ് ഉണ്ടായിരിക്കും ഒരു ആർസിഎമ്മിന്റെ പവർഫുൾ ലീഡർക്ക്. ഇത് നെഗറ്റീവ് വന്നാൽ അദ്ദേഹത്തെ ബാധിക്കില്ല, അതിനൊക്കെ തിരിച്ചുവിടും. അപ്പൊ അങ്ങനെയുള്ള 21 സ്റ്റെപ്പിൽ 6 സ്റ്റെപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ള 4 പോയിന്റ്, 8 സ്റ്റെപ്പിലെ 4 പോയിന്റ് ആണ് ഇന്നിവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്, പ്രാവർത്തികമാക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണ്
നമുക്ക് എവിടെ എത്തണം, എങ്ങനെ എത്തണം, എപ്പോ എത്തണം, എത്തിയാൽ എന്ത് കിട്ടും എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ധാരണ നമ്മളെല്ലാവർക്കും ഉണ്ടായിരിക്കണം. പോകെ പോകെ അതിനെന്താണോ പോരായ്മകൾ അതിനെ നമ്മൾ നികത്തി കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ഗോൾ സെറ്റ് ആയിരിക്കണം. അപ്പൊ ആദ്യമേ ഫസ്റ്റ് പോയിന്റ് ആണ് ഇറ്റ് വാസ് എ സെറ്റ് യുവർ ഗോൾ. നമുക്ക് ലക്ഷ്യം ഉണ്ടായിരിക്കണം. നമ്മള് കണ്ടിട്ടുണ്ട് യുദ്ധത്തിലേക്ക് അമ്പ് ചെയ്യണുണ്ടല്ലേ, അമ്പും വില്ലും. വില്ലെടുത്തിട്ട് അത് വലിക്കണുണ്ടോ, അതൊരു കറക്റ്റ് ഫ്രെയിമിൽ വലിച്ചിട്ടാണ് അത് വിടുക. അപ്പോഴാണ് അത് കറക്റ്റ് ആയിട്ട് അത് ലക്ഷ്യത്തിലേക്ക് എത്താം. വെറുതെ വലിച്ചു വിട്ടാലോ തൊട്ടടുത്ത് വീഴും. അത് ഇങ്ങനെ എന്തോരം വലിക്കുന്നു അതിന്റെ പവർ കൂടി അത് കറക്റ്റ് ആയിട്ട് ലക്ഷ്യത്തിലെത്തും. അപ്പൊ അങ്ങനെ ലക്ഷ്യം നമ്മൾക്കുണ്ടോ? ആ ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. ആ ഗോൾ സെറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലെത്തോ സാറേ? ഇല്ല സാർ. ട്രിവാൻഡ്രം വരെ പോണം. നമ്മളൊക്കെ 2000 രൂപ പെട്രോൾ അടിക്കണം. എത്തോ ട്രിവാൻഡ്രം? ഇല്ല സാറേ. ഇല്ല. ട്രിവാൻഡ്രത്ത് എത്ര ലിറ്റർ പെട്രോൾ വേണം? നമ്മുടെ കാറിന്റെ മൈലേജ് എന്താണ്? എത്ര ലിറ്റർ പെട്രോൾ അടിക്കണം? എത്ര മണിക്കൂർ വേണം ട്രിവാൻഡ്രത്ത് എത്താൻ എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എത്തോ? 2000 രൂപ പെട്രോൾ തിരുവനന്തപുരം പോയി നമ്മൾ എവിടെ വരെ എത്തും? അപ്പൊ അതുമാതിരി തന്നെ നമ്മൾക്ക് ഇന്ന് ഡയമണ്ടോ സ്റ്റാർ ഡയമണ്ടോ എത്തണമെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം വയ്ക്കണം. അതിന് ഇത്ര വോളിയം വേണം നമുക്ക് അറിയണം. അതിന് ഇത്ര ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യണം. അതിന് എന്തോരം നമ്മൾ പഠിക്കണം. എന്നാലും തന്നെയാണ് നമ്മുടെ വണ്ടിയുടെ മൈലേജ് നമ്മൾ കൂട്ടാൻ. ശരിയല്ലേ? ആ രീതിയിലായിരിക്കണം നമ്മുടെ ഗോള് നമ്മൾ സെറ്റ് ചെയ്യണം. സ്മാർട്ട് ഗോൾ ആയിരിക്കണം. എന്താണ് സ്മാർട്ട് ഗോള്? അത് സ്പെസിഫിക് ആയിരിക്കണം. നിർദ്ദിഷ്ടമായ ഇതിലായിരിക്കണം ആ ഗോള്. സ്പെസിഫിക് ആയിരിക്കണം. വെറുതെ ഒരു ഗോൾ സെറ്റ് ചെയ്താൽ മതിയാ പോരാ. സ്പെസിഫിക് ആയിരിക്കണം. അത് എന്താ പറയുക, മെഷറബിൾ ആയിരിക്കണം. നമുക്കൊരു കണക്കുണ്ടായിരിക്കണം. എന്തിനും കണക്ക് വേണം അല്ലെ? ഇന്നിവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വ്യക്തികളും സ്കൂളിൽ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയം കണക്കും ഹിസ്റ്ററി ആയിരിക്കും. ആ ചരിത്രവും ആ കണക്കല്ലേ നമ്മുടെ ജീവിതം എന്ന്. ശരിയല്ലേ? നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമാകാൻ പോകുന്ന ആളുകളാണ്. അന്ന് നമ്മൾ ചരിത്രം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. പല യുദ്ധങ്ങളും കാര്യങ്ങളും. ഇന്ന് ആ യുദ്ധങ്ങളും പഠിച്ച് നമ്മൾ പല കാര്യങ്ങളും പറയുന്നു. നമ്മൾ നാളെ നമ്മളെ അറിയപ്പെടാൻ പോകുന്നു. കാരണം ചില പറഞ്ഞ മാതിരി RCM കൃഷ്ണകുമാർ എന്ന് അറിയപ്പെടണം, അല്ലെങ്കിൽ RCM സുജിത് സാർ എന്ന് അറിയപ്പെടണം, RCM റീന മാഡം, അതുമാതിരി തന്നെ RC രവീന്ദ്രൻ ഞാൻ വീഡിയോ ഓൺ ചെയ്യുന്ന ആളുകളുടെ പേര് പറഞ്ഞു. ഇന്നിപ്പോ അറിയാം RCM സജീവ് കുമാർ സാർ, RCM സജീവ് എന്നാണ് പറയുന്നത് മുമ്പിൽ അല്ലെ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മൾ മാറണം. അത് നമുക്ക് മെഷറബിൾ ആയിരിക്കണം. പിന്നെന്താണ്? അച്ചീവബിൾ ആയിരിക്കണം. നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോളായിരിക്കണം. അതായത് ടൈം ബോണ്ടിൽ പറയണമെന്ന് അർത്ഥം. കാരണം നമുക്കറിയാം, ഇപ്പോ ഏതൊരു വ്യക്തി RCMൽ വന്നു, RCM ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു, ഡയമണ്ട് ക്ലബ് ചെയ്തു, താഴെ ഒരു 15,000 PU എന്ന് അദ്ദേഹം ബിഗനറായി. അങ്ങനെ ഓരോ സ്റ്റെപ്പുകൾ കയറി അദ്ദേഹം ഗോൾഡായി, അല്ലെങ്കിൽ പ്ലാറ്റിനായി. അദ്ദേഹം ജൂൺ മാസത്തിൽ പ്ലാറ്റിനായി. ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിൽ അദ്ദേഹം ടെക്നിക്കൽ ആവുമെന്ന് പറഞ്ഞാൽ അതാവും? ആവില്ല. ടെക്നിക്കൽ ആവുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട് അല്ലെ? സ്റ്റാർ പ്ലാറ്റിനം 3 മാസം മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ ഏത് അച്ചീവ്മെന്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാൻ ഇന്ന മാസം ഇന്ന അച്ചീവർ ആവും, ഞാൻ എമറാൾഡ് ആവും വേണമെങ്കിൽ പറയാം. പക്ഷെ അത് സ്റ്റാർ പ്ലാറ്റിനം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കണം. അല്ലാതെ നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. കാരണം ആ ഒരു നമുക്ക് എന്താ, അതൊരു മെഷറബിൾ ആയിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം. അത് ഒരു റിയാലിറ്റി വേണം. നമ്മൾ പറയുമ്പോൾ വിടുവായത്രം പറയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യരുത്. ഒരു റിയാലിറ്റി വേണം. ഞാൻ ഇന്ന മാസം ഇന്ന അച്ചീവ്മെന്റ് ആവും. ഇപ്പൊ ഞാൻ ഡിസംബറിൽ സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ആയി, ഞാൻ ഫെബ്രുവരി മാർച്ചിൽ ടെക്നിക്കൽ ആവും. അതൊരു റിയാലിറ്റിയാണ്. അതാവും. അതിനു വേണ്ടി വർക്ക് ചെയ്താൽ നമ്മൾ ആ രീതിയിലേക്ക് എത്തും. അങ്ങനെ എത്തുമെന്ന് ഉറപ്പുള്ളവർ മാത്രം ഒന്ന് തമ്പടിച്ച് അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത്. സൂപ്പർ.
അപ്പൊ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമ്മൾ ഒരിക്കലും ആവാത്ത കാര്യത്തിൽ നമ്മൾ ആവുമെന്ന് പറയില്ല. കാരണം നമുക്കറിയണം ഈ ഒരു ലെവലിൽ നിന്നുകൊണ്ടാണ് ഏത് ലെവലിലേക്കും പോകാൻ പറ്റുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും ലീഡേഴ്സായി നമുക്ക് എല്ലാവർക്കും ധാരണ ഉണ്ടാവണം. നമ്മളെല്ലാവരും ലീഡേഴ്സാണ്. നമ്മൾ ആർ സി എമ്മിൽ ഒരു വ്യക്തിയെ നമ്മൾ ആർ സി എമ്മിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ലീഡേഴ്സാണ്. ഓക്കെ, അടുത്തതാണ് ടൈം ബോണ്ട്. ടൈം ബന്ധിതമായിരിക്കണം. ഇപ്പോ നമുക്കൊരു എന്താ പറയാ, ഒരു 10 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ഇന്ന അച്ചീവർ ആവണം, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ ഞാൻ ഇന്ന അച്ചീവർ ആവും എന്നുള്ള ഒരു ടൈം ബോണ്ട് നമ്മൾ വയ്ക്കണം. നമ്മളിൽ നമ്മൾ സമയം കുറിക്കണം. നമ്മുടെ സമയം നമ്മൾ കുറിക്കണം, മറ്റുള്ളവർ കുറിക്കണം, നമ്മൾ കുറിക്കണം എന്നർത്ഥം. അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു പേളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ പേളാണെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഏതാണ് അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ വോളി ഇപ്പൊ എത്രയാണ്, ഇനി എത്ര വോളിയാണ് നമുക്ക് വേണ്ടത്, നമ്മൾ പറയുന്ന അച്ചീവ്മെന്റ് എത്ര വോളിയമാണ് ബോത്ത് സൈഡിൽ വരേണ്ടത് എന്നുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവണം. ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കണം നമ്മളൊരു ടൈം പറയുന്നത്. അപ്പൊ നമുക്ക് അതിന് ഈ ഗോളുകളെ നമുക്ക് 4 ആക്കി തിരിക്കാം. എന്താണ് മൈക്രോ ഗോൾ എന്ന് പറയാം. അപ്പൊ അതില് വരുന്നൊരു കാര്യം മൈക്രോ ഗോൾ, അതായത് ഡെയിലി ഗോൾ. നമുക്ക് ഇന്നത്തെ എന്താണ് നമ്മുടെ ഗോൾ, ഈ ആഴ്ചത്തെ എന്താണ് നമ്മുടെ ഗോൾ, ഈ മന്ത്ലി എന്താണ് നമ്മുടെ ഗോൾ, അതാണ് മൈക്രോ ഗോൾ. അതിനുശേഷം വരുന്നൊരു ഗോളാണ് ഷോർട്ട് ടേം ഗോൾ. ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ, അതായത് ഇന്ന് 2025 ആണെങ്കിൽ 2025, 26 അല്ലെങ്കിൽ 2027 ഞാൻ ഏത് അച്ചീവർ ആവണം, അങ്ങനെ ഒരു ഗോള് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കണം. അതിനുശേഷം വരുന്ന ഒരു ഗോളാണ് മിഡ് ടേം ഗോൾ. അത് എത്ര വർഷ? 3 to 5 വർഷം. 3 വർഷത്തിന് 5 വർഷത്തിനുള്ളിലും നമ്മൾക്ക് ഏതാണ് അച്ചീവർ ആവേണ്ടത്, അതിന് നമ്മൾ എന്താണ് പരിശ്രമം ചെയ്യേണ്ടത്, അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പാലിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ലീഡേഴ്സിൽ നിന്ന് വാങ്ങിക്കണം. എപ്പോഴും നമ്മളെക്കാൾ ഒരു പടി മുന്നിലായിരിക്കും നമ്മുടെ ലീഡർ. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നമ്മുടെ ലീഡർ ആയത്. അപ്പൊ നമ്മളെക്കാൾ എപ്പോഴും കുറച്ച് അറിവ് നമ്മുടെ ലീഡേഴ്സിന് കൂടുതലുണ്ടാവും. അപ്പൊ ആ ലീഡേഴ്സിന് എന്താണോ നമുക്ക് വേണ്ടുന്ന അറിവുകൾ നമ്മൾ സ്വീകരിക്കുക, അത് നമ്മുടെ ടീമിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇപ്പൊ നമ്മൾ 3 വർഷം to 5 വർഷം, ഞാൻ പറഞ്ഞ 5 വർഷം ആർ സി എമ്മിൽ നിന്നൊരു വ്യക്തി ഒരിക്കലും ആർ സി എം വിട്ടു പോയില്ല. നമുക്കറിയാം ഏതൊരു കാറ്റഗറി എടുത്ത ഡോക്ടർ അവർക്ക് പഠിക്കാൻ 5 വർഷം പഠിക്കണം, വക്കീലിന് 5 വർഷം പഠിക്കണം, ഒരു എഞ്ചിനീയറിംഗ് 5 വർഷം പഠിക്കണം. അപ്പൊ ഒരു നെറ്റ്വർക്കും നമ്മൾ 5 വർഷം പഠിക്കുമ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ രാജൻ സാറായിക്കോട്ടെ, മൂർ സാറായിക്കോട്ടെ, ഗിരീഷ് സാറായിക്കോട്ടെ, സജീവ് സാറായിക്കോട്ടെ, ബിജു സാറായിക്കോട്ടെ, എല്ലാ ലീഡേഴ്സും പറയുന്നത് ഞങ്ങള് ഇനിയും പഠിക്കാനുണ്ട്. അവരൊക്കെ 7 വർഷം 8 വർഷമായിട്ട് ഇനിയും പഠിക്കാനുണ്ട്. പല വ്യക്തികൾ 2 മാസം 3 മാസം കൊണ്ട് ആർ സി എം എല്ലാം പഠിച്ചു, എനിക്കെല്ലാം അറിയാം എന്നൊരു ധാരണയിൽ ഇരിക്കുന്ന സുഹൃത്തുക്കളോട് നമുക്ക് പറയാനുള്ളത്, കാരണം ആർ സി എമ്മിലെ പഠിപ്പ് എന്നും തുടർന്നുകൊണ്ടിരിക്കും. പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് ഒരു പ്ലാൻ അല്ല. 2 വർഷം മുന്നേ 2023 പ്ലാൻ മൊത്തം മാറി. അന്ന് വന്നേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ഇന്ന് കിട്ടുന്നു. അപ്പൊ നമ്മുടെ എഡ്യൂക്കേഷൻ 3 വർഷം to 5 വർഷം എന്ന് പറയുമ്പോൾ ആർ സി എമ്മിൽ നമ്മൾ ശരിക്കും സ്റ്റിക്ക് ഓൺ ചെയ്യും. 5 വർഷം നിന്നൊരാള് ആർ സി എം വിട്ട് പോകില്ല. അതിനുശേഷം ലോങ് ടേം ഗോൾ, അതായത് 5 വർഷത്തിനുള്ളിലും 10 വർഷത്തിനുള്ളിൽ നമ്മൾ ഏത് അച്ചീവർ ആവും, നമുക്ക് ഏത് ലെവലിലേക്ക് എത്തണം. അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മുടെ ജീവിത സ്റ്റൈൽ എന്തായിരിക്കും, നമ്മുടെ ഹെൽത്ത് എന്തായിരിക്കും, നമ്മുടെ ലൈഫ് ഒരു ബ്ലിസ്ഫുൾ ലൈഫാണോ, ലോട്ട് ഓഫ് മണി, നല്ല ഹെൽത്ത്, ഇത് രണ്ടും ഉണ്ടായാൽ നമ്മുടെ വളരെ എന്താ പറയാ ബ്ലിസ്ഫുൾ ലൈഫായിരിക്കും. ആളുകൾ കണ്ടാൽ നമ്മുടെ ജീവിതം കണ്ട് പല ആളുകൾ നമ്മളെ റോൾ മോഡൽ ആക്കണം. നമ്മള് മറ്റുള്ളവരെ ക്ലാസ്സുകളോ മറ്റുള്ള കാര്യങ്ങളോ ഇൻസ്പയർ ആവാൻ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഇൻസ്പിറേഷൻ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ക്ലാസ്സിൽ മറ്റുള്ളവർ ഇൻസ്പയർ ആവണം. മോട്ടിവേഷൻ ആവണമെങ്കിൽ നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. നമ്മൾ തന്നെ സെൽഫ് മോട്ടിവേറ്റഡ് ആയാൽ തന്നെയാണ് നമുക്ക് ആർ സി എമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. വലിയൊരു ക്ലാസ്സുകൾ, ഇപ്പോൾ വലിയ ടോർക്കേഴ്സിന്റെ ക്ലാസ്സുകളുണ്ട്, അത് നമുക്കൊരു ഇൻസ്പിറേഷൻ ആണ്, എനിക്ക് ആ രീതിയിലേക്ക് എത്തണം. പക്ഷെ നമ്മൾ മോട്ടിവേഷൻ ആവുമ്പോഴാണ് നമ്മൾ ആ ലെവലിലേക്ക് നമ്മുടെ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം,
നമ്മള് അതിനുവേണ്ടി നമ്മൾ എന്താ അറിയാം, ഡയമണ്ട് ക്ലബ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആർസിംഗിൽ 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ലിസ്റ്റ് ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ എല്ലാ ലീഡേഴ്സും പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. നമ്മുടെ ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുക. ഗോൾ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പൊ എല്ലാവരും ഇന്ന് തൊട്ട് നല്ലൊരു ഗോള് സെറ്റ് ചെയ്യുക. ഈ ടൈമിൽ സെറ്റ് ചെയ്യുക. അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കണം. അത് റിയലിസ്റ്റിക് ആയിരിക്കണം. ടൈം കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ പാടുള്ളൂ. അത് കണ്ടാണ് നമ്മുടെ കൂടെ വരുന്ന ആളുകൾ പഠിക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ്, സെറ്റ് യുവർ ഗോൾ. അതിനുശേഷം വരുന്നതാണ് ഷോ മിനിമം 5 പ്ലാനിങ്. നമ്മൾ പറഞ്ഞു, ഒരു ബിൽഡിംഗ് പണിയുമ്പോഴോ അല്ലെങ്കിൽ എന്തൊരു സംഭവം ചെയ്യും അതിനൊരു മെറ്റീരിയൽസ് വേണം അല്ലെ. കട്ട വേണം, സിമെന്റ് വേണം, കല്ല് വേണം, മുന്നിൽ പ്ലാൻ വേണം അല്ലെ. പ്ലാൻ ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പ്ലാൻ വേണം, പണി ചെയ്യുന്ന ആള് വേണം, മെറ്റീരിയൽസ് വേണം. അപ്പൊ നമ്മുടെ ഗോള് 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ഇന്ന ഗോളാണ്. ആ ഗോളിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ അതിനൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. അത് എത്ര സമയത്തിൽ ചെയ്യണം, അതിന് എത്ര ആളുകൾ നമ്മുടെ കൂടെ വേണം, രണ്ട് സൈഡിലും എത്ര വോളിയം വരണം, അത് ഗ്രാജുവേറ്റ് വരുന്ന വോളിയം ആയിരിക്കണം. ആ രീതിയിലേക്ക് നമ്മൾക്ക് ഒരു പ്ലാൻ വേണം. അപ്പോ രണ്ടാമത്തെ പോയിന്റാണ് ഷോ ദ പ്ലാൻ. മിനിമം 5 പ്ലാൻ. ഒരാഴ്ചയിൽ ഒരു 5 പ്ലാനെങ്കിലും നമ്മൾ ഷോ ചെയ്യണം. സേ ചെയ്യരുത്, ഷോ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ആർസിഎമ്മിന്റെ ലീഡേഴ്സ് ആണ്. നമ്മള് പറയാറുണ്ട്, നമ്മള് എന്താ പറയാ, നമ്മള് കാഷ്വലായിട്ടും പോകും അല്ലെ. നമ്മൾ വളരെ ഇതായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ നമ്മൾ നമ്മുടെ ഡ്രസ് കോഡ് പാലിച്ചു പോകും. ഡ്രസ് കോഡ് എന്താണ്, നമ്മളൊരു ടീഷർട്ടോ അല്ലെങ്കിൽ ഒരു പാൻറ്റോ നമ്മൾ പോവാണ്. അങ്ങനെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു വ്യക്തിനെ കണ്ടു, നമ്മൾ അവരോട് ആർസിഎമ്മിന്റെ പ്ലാൻ പറഞ്ഞു. അത് നമ്മളെ കൂട്ടുകാരനായിരിക്കാം, നമ്മൾ അറിയുന്ന ആളായിരിക്കാം. ഇനി നമ്മുടെ കൂടെ ഒരാൾ അസോസിയേറ്റ് ചെയ്ത ആള് നമ്മളെ വിളിക്കാം, സാറേ നമുക്കൊരാളെ കാണാൻ പോകണം, ഒരു വ്യക്തിനെ കാണാൻ പോകണം എന്ന് പറഞ്ഞാൽ അപ്പൊ പോകുമ്പോ നമ്മള് വളരെ ഡ്രസ് കോഡ് പാലിച്ചായിരിക്കണം നമ്മൾ പോകുന്നത്. നമ്മുടെ ഔട്ട്ലുക്ക് ആണ് ആൾക്കാരെ ഇംപ്രസ് ചെയ്യുക. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അതുമാതിരി തന്നെ നമ്മൾ നമ്മുടെ അസോസിയേറ്റ് നമ്മളെ വിളിച്ച് ഒരാളുടെ പ്ലാൻ പറയാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാലിക്കേണ്ടത് നമ്മുടെ ഡ്രസ് കോഡ് നമ്മൾ പാലിക്കണം. നമ്മൾ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ട് ഇൻസൈഡ് ഒക്കെ ചെയ്ത് നല്ല ഡാർക്ക് പാന്റ്, ലൈറ്റ് ഷർട്ട്, കോട്ട് ഇടുന്ന നിർബന്ധമൊന്നുമില്ല, കൈ കെട്ടിയാൽ നല്ലതാണ്. അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. അപ്പോൾ നമ്മൾ വളരെ അവിടെ ചെന്നിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കൈയുടെ നഖം പോലും നമ്മൾ വെട്ടി നീറ്റായിരിക്കും. നമ്മളെ അടിമുടി നോക്കും. കാരണം നമ്മൾ പറയാൻ പോകുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ, വലിയൊരു ബിസിനസിന്റെ ഒരു പ്ലാനാണ് പറയാൻ പോകുന്നത്. ആ പ്ലാൻ പറയാൻ ഒരു 2 വാറ് ചെരുപ്പും ഒരു ഔട്ട്ലുക്ക് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ, തലമുടിയൊന്നും ഇരി വെക്കാതെ, ഷേവ് ഒന്നും ചെയ്യാതെ, താടി വെക്കുന്നവർക്ക് താടി വെക്കാം, കാരണം ഞാൻ താടി വയ്ക്കുന്ന ആളാണ്. അത് ആ ട്രിമ്മൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് പോവാം. അല്ലാതെ ചിലവർക്ക് താടി ഫുള്ളുണ്ടാവില്ല, ചിലവർക്ക് ഒരു ഗ്യാപ്പ്, ഇതൊക്കെ ഇട്ട് കുറ്റി താടിയൊക്കെ വെച്ച് നിറച്ചതൊക്കെ ആയിട്ട് ചെന്ന് കാണുമ്പോൾ അവര് കാണുമ്പോൾ തന്നെ നമ്മളെ വിലയിരുത്തും. അവര് തന്നെ നമുക്ക് മാർക്കിടും. ആ മാർക്കില് അവര് നമ്മൾ നല്ല ആറ്റിറ്റ്യൂഡാണ്, നമ്മുടെ മനോഭാവം നല്ലതാണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു മാർക്ക് വീഴും. ആ മാർക്ക് വീണ നമ്മൾ പറയുന്ന അവര് ഉൾക്കൊള്ളും, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും വലിയ ബിസിനസ് പറയാൻ ചെല്ലുന്ന ഒരാള്, കാരണം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വിലയിരുത്തണം. കാണുമ്പോൾ നമുക്കൊരു മാർക്ക് കിട്ടിയ പിന്നെ നമ്മൾ പ്ലാൻ പറയും. എന്താണ് നമ്മൾ പറയേണ്ട പ്ലാൻ, എന്താണ് ആർസിഎം തമ്മിൽ പറയൽ 10 രൂപയുള്ള വ്യത്യാസം. ഇന്നിപ്പോ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പറയുന്നു, അല്ലാതെ നമ്മൾ എല്ലാ കാര്യങ്ങളും അവളോട് പറയേണ്ട കാര്യമുണ്ടാ, അതിന്റെ ആവശ്യമില്ല. അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറയാ. പിന്നെ നമ്മൾ ആരോടാണ് പ്ലാൻ പറയേണ്ടത്, എങ്ങനത്തെ വ്യക്തികളോടാണ്, ഏത് രീതിയിലാണ് പറയേണ്ടത്. ഇപ്പോ ഒന്നുമില്ലാത്ത ഇഷ്ടംപോലെ കാശ് ഉള്ള ഒരാളുടെ അടുത്ത് നമ്മള് സജീവ് സാറ് പറഞ്ഞ മാതിരി 5000 രൂപ നിങ്ങൾക്ക് 100 രൂപ കിട്ടും എന്ന് പറഞ്ഞാൽ അവരത് ഉൾക്കൊള്ളോ? ഇല്ല. ആരോട് പറയണം, എപ്പോ പറയണം, എങ്ങനെ പറയണം, എവിടെ പറയണം എന്നുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ധാരണ ഈ പ്ലാൻ പറയാൻ പോകുന്ന ആർക്കുണ്ടാവണം? ലീഡർക്ക് ഉണ്ടാവണം. എനിക്ക് വകയില്ലാത്ത ആളുടെ എന്റെ ന്യൂട്രിചാർജ് ബീജാനൊക്കെ കുറിച്ച് പറഞ്ഞാൽ അവരിത് മേടിക്കും. മാരാർജ് കൊടിയിടാന്ന് പറയും, രാജ് സാറിന്റെ ഒരു പ്രയോഗമുണ്ട്. നമ്മൾ ആളുകളെ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം. കോമൺ ആയിട്ടുള്ള പ്ലാൻ എല്ലാവരോടും പറയാം. അത് നമുക്ക് ഈ ആർസിഎമ്മിൽ എന്താണ് ആർസിഎം, എന്താണ് കമ്പനി പ്രൊഫൈല്, 10 രൂപയുള്ള വ്യത്യാസം മാത്രമാണോ പ്ലാൻ? ഇല്ല.
ആർസിഎമ്മിൽ പല പ്ലാനുകളുണ്ട് അല്ലേ? ഇൻകം പ്ലാൻ ഉണ്ട്, ടാർഗറ്റുകൾ ഉണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ഓരോരുത്തരെ കണ്ടനുസരിച്ചായിരിക്കണം പറയേണ്ടത്. അല്ലെങ്കിലോ നമ്മൾ ഈ 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ ചെന്ന് സംസാരിക്കുന്നത് വെള്ളത്തിൽ വരച്ച വേറെ പോലെയാണ്. അപ്പൊ നമ്മുടെ ഔട്ട്ലുക്ക് എപ്പോഴും നമ്മുടെ വായിൽ സംസാരം, അതായത് അനാവശ്യമായിട്ടുള്ള സംസാരം പോലും നമ്മൾ പറയുമെന്ന് പറയുന്നത്. കാരണം നമ്മുടെ സംസാരം കേട്ട അവർക്കൊരു ചിന്ത വരണം, എന്താ അങ്ങനെ പറഞ്ഞത്, നല്ലൊരു കാര്യമാണല്ലോ എന്നുള്ളൊരു ചിന്ത പറയുന്ന രീതിയിലായിരിക്കും നമ്മുടെ വേർഡ്സ്. നമ്മുടെ വായന്ന് പോകുന്ന വേർഡ്സ്. നമ്മുടെ ബിസിനസ് ഉണ്ടാക്കുന്നതും നാക്കാണ്, നമ്മുടെ ബിസിനസ് കളയുന്നതും നമ്മുടെ ാണ്. ശരിയല്ലേ? നമ്മൾ ചിന്തിച്ചോ, നിങ്ങൾ ആലോചിച്ചോളൂ. എന്റെ ബിസിനസ് പോകുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും പ്രശ്നം. ഇത് വെട്ടിക്കളയാൻ പറ്റുമോ? വെട്ടിക്കളയാൻ പറ്റില്ല. അത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ആര് മനസ്സിലാക്കണം? നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അതിനുള്ള വിവേക ബുദ്ധി ആർക്കുണ്ടാവണം? നമ്മുടെ ലീഡേഴ്സിന് ഉണ്ടാവണം. ഈ നമ്മൾ പറയുന്ന സംസാരം കേട്ട് നമ്മുടെ തൊട്ടടുത്ത് ആര് ഇരിക്കുന്നുണ്ടാവും? നമ്മുടെ തെറ്റിരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കും. നമ്മുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, എല്ലാം നമ്മൾ ഇരിക്കുന്ന ഒരു സ്റ്റൈല്, നമ്മുടെ ഡ്രസ് കോഡ്, നമ്മുടെ ആ ഒരു അപ്പിയറൻസ്, എപ്പോഴും നമ്മൾ പ്ലാൻ പറയുമ്പോൾ പ്ലാൻ കേൾക്കാനിരിക്കുന്ന വ്യക്തിനെ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ എത്തണം. എന്നിട്ടായിരിക്കും നമ്മൾ എഴുതി കാണിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട് സജീവ് സാർ, സേത പ്ലാൻ അല്ല ഷോ ദ പ്ലാൻ ആയിരിക്കും. ആ വ്യക്തിക്ക് മനസ്സിലാവണം. നമ്മൾ ഹറിബറി ഒന്നും ആക്കണ്ട, പതുക്കെ പറയാവുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇത് കണ്ട് ആരാണ് പഠിക്കുക? നമ്മുടെ കൂടെ വന്നിരുന്ന ആള് പഠിക്കുക. അദ്ദേഹം നാളെ നമ്മൾ 5 പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹം ചിലപ്പോ 10 പ്ലാൻ ചെയ്യാനുള്ള സ്കില്ലുള്ള ആളുകളായിരിക്കും നമ്മുടെ കൂടെ വന്നിരിക്കും. നമ്മളെക്കാൾ സ്കില്ലുള്ള ആളുകളായിരിക്കും, നമ്മളെക്കാൾ അറിവും കഴിവുള്ള ആളുകളായിരിക്കും നമ്മുടെ കൂടെ വന്നിരിക്കുന്നത്. അവർക്കൊരു അവസരങ്ങൾ കിട്ടാണ്ടാണ്. അവർക്ക് എത്ര വലിയവനായാലും എന്തായാലും ആർസിഎമ്മിന്റെ പ്ലാൻ പഠിക്കാണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? ഈവൻ പ്രധാനമന്ത്രി ആയാലും എന്താണ് ആർസിഎം, എന്താണ് അതിന്റെ കമ്പനി, എന്താണ് അതിന്റെ സിസ്റ്റം, ഇതൊക്കെ പഠിച്ചിരിക്കണം. വേണ്ടേ? പഠിക്കണ്ടേ സാറേ? പഠിക്കണം. പഠിച്ചാൽ തന്നെയാണ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ നമ്മള് ഷോ ദ പ്ലാൻ വളരെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് എങ്ങനെ പറയണം, എവിടെ പറയണം, എപ്പോ പറയണം, ആരോട് പറയണം എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മളിപ്പോ ഞാൻ പല വേദികളും ഞാൻ എന്നതായിട്ട് പറയില്ല. ഞാൻ ആർസിഎമ്മിൽ വന്ന കാലം തൊട്ട് ഞാൻ ഡ്രസ് കോഡ് എപ്പോഴും ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഈകള് തൊട്ട് ഞാൻ കോട്ടിട്ടതാണ്. ഇന്നും വരെ കോട്ട് ഊരിയിട്ടില്ല. ചെറിയൊരു പ്രോഗ്രാമായാലും ഞാൻ കോട്ടിട്ടാണ് പോവാ. ഞാൻ അവിടെ കോട്ടിട്ടില്ലെങ്കിൽ ഞാൻ ടൈ കിട്ടും, അല്ലെങ്കിൽ ഞാൻ വരില്ല. കാരണം എനിക്കൊരു കോൺഫിഡൻസ് വേണം. ആ ഒരു മീറ്റിംഗിൽ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ആ ട്രെയിനിങ്ങിൽ ഇരിക്കുമ്പോ, ട്രെയിനിങ്ങിൽ നമുക്ക് കോമൺ ഡ്രസ് ഇട്ട് പോവാം, നൈറ്റ് ട്രെയിനിങ് വേണമെങ്കിൽ പോവാം. നമ്മുടെ 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം, അതുമാതിരി നമ്മൾ കുമ്പിടിനകത്തുള്ള ത്രിദിന കോഴ്സ്, ഇതിനൊക്കെ വേണമെങ്കിൽ നമുക്ക് കാഷ്വൽ ഡ്രസ്സിൽ പോവാം. പക്ഷെ കാഷ്വൽ ഡ്രസ്സിൽ പോകുമ്പോൾ നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ടീമിൽ പ്രതി നമുക്ക് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ ടീമിൽ വിജയിപ്പിക്കണം, നമ്മുടെ ടീമിൽ വിജയിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവര് നോക്കുമ്പോ നമ്മുടെ ഔട്ട്ലുക്ക് എന്താണ്? നാളെ അതല്ലേ അവർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുള്ളൂ. ആർസിഎം ഈസ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ബിസിനസ്. ശരിയല്ലേ? നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കണ്ടിട്ടാണ് നമ്മുടെ കൂടെ ആളുകൾ വരുന്നത്. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ള ആളുകളെ കാണുന്നതും ആർസിഎമ്മിന്റെ മീറ്റിംഗ് ഹാളിലേക്ക് ചെല്ലുന്നതും ഫസ്റ്റ് കാണുന്നത് നമ്മളെയാണ്. അല്ലേ? ഒരു കുട്ടി ജന്മങ്ങൾ ഫസ്റ്റ് കണ്ടത് ആരെയാ? അതിന്റെ അമ്മേനെയാണ്. ആ കുട്ടി ആദ്യം ആരെ വിളിക്കുക? അച്ചാച്ചാന്നാണോ അമ്മന്നാണോ വിളിക്കുക? അമ്മ എന്ന് വിളിച്ചൊക്കെ അറിയാം. അത് ഫസ്റ്റ് കണ്ടത് ആരെയാ? അതിന്റെ അമ്മേനെയാണ്. അതിനുശേഷമാണ് അച്ഛനൊക്കെ കാണുന്നത്. അല്ലേ? അതുമാതിരി നമ്മുടെ ആർസിഎമ്മിൽ നമ്മുടെ അച്ഛനമ്മ ആരാണോ അവരെയാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത്. അവരെയാണ് നമ്മൾ ഫസ്റ്റ് ലീഡർ എന്ന് വിളിക്കുന്നത്. അതിനുശേഷമല്ലേ നമ്മൾ നമ്മുടെ എന്തെങ്കിലും പറയും വലിച്ചന്മാരെയും പാപ്പന്മാരെയും ഒക്കെ കാണുന്നത്. അവര് നമ്മുടെ ലീഡേഴ്സിനും മുതുമുത്തച്ഛന്മാരെയും കാണുന്നത് അതിന് ശേഷമാണ്. ഫസ്റ്റ് കാണുന്നത് നമ്മുടെ അമ്മേനെ തന്നെയാണ്. അതിനുശേഷം നമ്മൾ അച്ഛനെ കാണാം, അമ്മൂമ്മേനെ കാണും. അപ്പൊ നമ്മളിപ്പോൾ കുട്ടികളെ അമ്മ എന്ന് വിളിച്ചൊക്കെ അറിയാം. അല്ലെങ്കിൽ അച്ചാച്ച എന്ന് വെച്ച ഒരു കുട്ടി ഇതുവരെ കറിഞ്ഞില്ല എന്ന് എന്റെ അറിവ്. അച്ചാച്ച എന്ന് വെച്ച് കറിഞ്ഞ കുട്ടികളുള്ളത് എനിക്ക് അറിയില്ല കേട്ടാ. അപ്പൊ അതുമാതിരി തന്നെ നമ്മളെ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ലീഡറെയാണ്. ആ ലീഡർ എന്താണോ അതാണ് നമ്മൾ. ആ ലീഡറുടെ ഡ്രസ് കോഡ് എന്താണ്? ആ ലീഡർ മീറ്റിംഗിൽ ഇരിക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? ആ ലീഡറുടെ മനോഭാവം എന്താണ്? ആ ലീഡർ അപ്പിയറൻസ് എന്താണ്? ആ ലീഡർ എഴുതുന്നുണ്ടോ? ആ ലീഡർ പഠിക്കുന്നത് ആര് നോക്കും? ആ ലീഡർ റൈമിംഗ് ക്ലബ്ബ് ചെയ്യുന്നുണ്ട് ആര് നോക്കും? അപ്പൊ പ്ലാൻ പ്രസന്റ് ചെയ്യുമ്പോൾ
എന്താ പറയാ, നമ്മൾ കോൺഫിഡൻസ് ആയിരിക്കണം. നമ്മുടെ വൾഗറായിട്ടുള്ള ഒരു സംസാരം പോലും നമ്മുടെ വായന്ന് വീഴുന്നതാണ് ഡോക്ടർ നായൻ സാറിന്റെ ഏറ്റവും കുറച്ച് സ്റ്റെപ്പിൽ ഒരു പോയിന്റ് നായൻ സാർ പറഞ്ഞത്. അപ്പോ ഷോ ദ പ്ലാൻ, മിനിമം 5 പ്ലാനിനെ വീക്ക് നമ്മളൊരു ഒരു ആഴ്ചയിൽ 5 പ്ലാൻ ചെയ്ത് നമ്മളൊരു മാസത്തിൽ 20 പ്ലാൻ നമ്മൾ പ്രസന്റ് ചെയ്യും. അപ്പൊ അങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ഒരു 20 ആളെ നമ്മൾ ക്രിയേറ്റ് ചെയ്താലോ, 20x20 എത്ര പ്ലാൻ നമ്മൾ ഒരു മാസം നമ്മുടെ ടീമിൽ പ്രസന്റ് ആക്കാൻ വരും? ഇതിന് നമ്മൾ എഫേർട്ട് ഈ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ സെറ്റ് യുവർ ഗോൾ ടൈം എഴുതി വെച്ചായിരിക്കും നമുക്ക് യാത്ര ചെയ്തെത്താൻ സാധിക്കും. അപ്പൊ രണ്ടാമത്തെ പോയിന്റ്, ഷോ ദ പ്ലാൻ, മിനിമം 5 പ്ലാൻ ഇൻ എ വീക്ക്. അത് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കുക, നമ്മളത് ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്യുക, എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കും. അതിനുശേഷം വരുന്ന ഒരു പോയിന്റ് ആണ് മെയിൻറ്റെയിൻ ക്ലബ്സ്. അതായത് ഡയമണ്ട് ക്ലബ് ഉണ്ട്, സൂപ്പർ ഡയമണ്ട് ക്ലബ് ഉണ്ട്, സ്റ്റാർ ഡയമണ്ട് ക്ലബ് ഉണ്ട്, ക്രൗൺ ക്ലബ് ഉണ്ട് അല്ലേ? 5000, 10000, 25000, 50000 അതാണ് നിലവിലുള്ളത് അല്ലേ? 5000 PV നമ്മൾ 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ളിൽ നമ്മൾ ചെയ്യുന്ന, ഞാൻ RCBയിൽ അന്ന് തൊട്ടിരുന്ന് വരെ ഡയമണ്ട് ക്ലബ് മുടങ്ങാതെ മുന്നോട്ട് ചെയ്തു പോകുന്നു. 10000 PV ഞാൻ എന്റെ ലീഡർ പറഞ്ഞിട്ടല്ല ചെയ്തത്. ഇത് RCBയിൽ വന്നു, സജീവ് സാറിന്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഇടയായി. ആ ഒരു ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് എനിക്ക് വേണ്ടി ചെയ്യണം. അല്ലാണ്ട് അനിൽ സാർ പറഞ്ഞിട്ടല്ല ഞാൻ 10000 PV മുടങ്ങാതെ ചെയ്തതും. 25000 PV അനിൽ സാർ പറഞ്ഞു, കുമാറെ നമുക്കൊരു ടൂർ പോകാനുള്ള അവസരമുണ്ട്, 25000 PV ചെയ്യും. 12 മാസം 25000 PV. അത് ലീഡർ നമുക്ക് ഒരുമിച്ച്, ഞങ്ങൾക്ക് അത് പോകാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് അതിന്റെ പൈസ ആരിട്ട് വന്നു, കമ്പനി ഇട്ടു. അപ്പൊ അങ്ങനെ നമ്മൾ 5000 PV ചെയ്യാം. 1-ാം തീയതിക്ക് 10-ാം തീയതിക്കുള്ളിൽ 5000 PV ചെയ്യുമ്പോൾ ഡയമണ്ട് ക്ലബ് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ ഡയമണ്ട് ക്ലബ് ചെയ്താൽ എന്ത് കിട്ടും, എന്തിന് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇതൊക്കെ നമ്മൾ പോകെ മനസ്സിലാക്കുന്നവർ തന്നെ. സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് അത് 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ള 5000 ചെയ്യുക, 30-ാം തീയതിക്കുള്ള നമ്മൾ 10000 ചെയ്യും. 1-ാം തീയതിക്കും 10-ാം തീയതിക്കുള്ള 5000 ചെയ്ത് കഴിഞ്ഞാൽ, 2-ാം തീയതി 3-ാം തീയതി 5000 ചെയ്ത് കഴിഞ്ഞാൽ, 10-ാം തീയതിക്കുള്ള 5000 ചെയ്ത് കഴിഞ്ഞാൽ 30 ദിവസം കൊണ്ട് നമുക്ക് വിറ്റ് തീർക്കാൻ സാധിക്കും. അതുപോലെ 10000 PV ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ചെയ്യുക. അപ്പോ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് വിറ്റ് പോകും. അപ്പോൾ 5000 PV ചെയ്യുമ്പോൾ നമുക്ക് കമ്പനി പോകാനുള്ള അവസരമുണ്ട്. കമ്പനി പോയി നമുക്ക് ഒരുപാട് കമ്പനി വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരുപാട് ലീഡേഴ്സിനെ അവിടെ കാണാം. ആ സെമിന്റെ ഒരു വലിയൊരു വിഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഡയമണ്ട് ക്ലബ് ചെയ്തില്ലെങ്കിൽ പോവാട്ടോ. ഡയമണ്ട് ക്ലബ് ചെയ്താൽ മാത്രമല്ല കമ്പനി പോകാൻ സാധിക്കുക, എല്ലാവർക്കും കമ്പനി പോവാം. അപ്പൊ അവിടെ ചിലപ്പോൾ നമുക്കൊരു ഡയമണ്ട് ക്ലബിന്റെ പിന്ന് കിട്ടും. നമുക്ക് അവിടെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. 10000 PV ചെയ്യുമ്പോൾ 5000 ചെയ്യണമെന്നില്ല. നമ്മുടെ ബിസിനസ് സ്പീഡ് അച്ചീവ്മെന്റ് നേടുന്ന ആളുകൾ 5000-ൽ മേലെ 10000, 20,000 ചെയ്ത് മുന്നോട്ട് പോകണം. നമ്മൾ ഇപ്പോഴും നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് ആ ഗോളിലേക്ക് എത്താനുള്ള ചെറിയ കാര്യം. ഒരു വലിയൊരു പാറക്കല്ല് നമുക്ക് ഒറ്റയടിക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ അതിനെ പാർട്ടായിട്ട് പൊളിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതാണ് ഈ ക്ലബ്ബുകൾ. അതിൽ 1-ാമത്തെ ക്ലബ്ബാണ് ഡയമണ്ട് ക്ലബ്ബ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ടീമിൽ അത് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരാ. അതിനുശേഷം വരുന്നതാണ് 10000 PV സെൽഫ് ഐഡിയിൽ 10000 സൂപ്പർ ഡയമണ്ട് ക്ലബ്ബ് വരും. അതിനുശേഷം 25,000. എന്ന് ഞാനൊക്കെ വരുമ്പോ സമയത്ത് RCBയിൽ ഒരു ഫ്രീ പ്രൊഡക്റ്റോ മറ്റുള്ള ഒരു ആനുകൂല്യങ്ങളോ ക്യാഷ് പ്രൈസോ ഒന്നുമില്ല. ഇപ്പോഴോ 10000 ചെയ്യുന്നിട്ട് ആളുകൾക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട് അല്ലെ? 5000 PVയുടെ പ്രൊഡക്റ്റ് ഫ്രീ ഉണ്ട്. 10000 ചെയ്യുന്നവർക്ക് 3000 ക്യാഷ് ഉണ്ട്. അതിൽ 5000 ന്യൂട്രി ചാർജ് ആണെങ്കിൽ 8000 ക്യാഷ് കിട്ടാറുണ്ട്. അതിനുശേഷം 25000 ചെയ്യുന്നവർക്ക് 12,500 രൂപ കിട്ടുന്നു. അങ്ങനെ 50,000 ചെയ്യുന്നവർക്ക് സ്കൂളിൽ കിട്ടുന്ന ഫ്രീ പ്രൊഡക്റ്റ് കിട്ടുന്നു. നമ്മുടെ ബിസിനസിന്റെ ഒരു സ്പീഡ് നല്ല രീതിയിൽ സ്പീഡ് അച്ചീവ്മെന്റ് വരെ നമ്മൾ ടാർഗറ്റുകൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഒരു സ്കില്ലാണ് കൂടുക, സെയിൽസ് സ്കില്ല് കൂടും. പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടെ സെയിൽസ് സ്കില്ല് കൂടും. നമ്മൾ ആർസിംഗിൽ എന്ത് ചെയ്യുന്നുണ്ടോ അതിലെല്ലാം ഡെവലപ്മെന്റ് വരുന്നത് പേഴ്സണലി നമ്മുടെ ഡെവലപ്മെന്റ് വരും. ആണോ അറിയില്ല മാഡം? പേഴ്സണലി മാഡത്തിന്റെ ഒരു സ്കില്ല് കൂടിയില്ലേ? കൂടുതൽ പ്രൊഡക്റ്റ് കയ്യിൽ വന്നു, ഒരു സ്റ്റാർ ആയി, കൂടുതൽ പ്രൊഡക്റ്റുകൾ വന്നു, കൂടുതൽ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങി. അപ്പൊ എന്താ കൂടിയേ? മറ്റുള്ള നമ്മുടെ അസോസിയേറ്റിന്റെ കൂടുന്നുണ്ടോ, ലീഡർ സ്കില്ല് കൂടുന്നുണ്ടോ എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ സ്കില്ല് കൂടുന്നുണ്ടോ? നമ്മുടെ സ്കില്ല് കൂട്ടാൻ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ശരിയല്ലേ? അപ്പോ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുള്ള അതിന് എന്തിനാണ് കമ്പനി ടാർഗറ്റുകൾ വെച്ചിരിക്കുന്നത്?
നമ്മൾക്ക് ഓരോരുത്തർക്കും വിജയിക്കാനാണ് അല്ലേ? നമ്മൾക്ക് ഓരോരുത്തർക്കും പടിപടി വിജയിക്കാനും നമ്മുടെ കൂടെ വന്നത് വിജയിപ്പിക്കാനും. ഇപ്പൊ ഡയമണ്ട് ക്ലബ്ബ് ചെയ്തവർക്ക് മാത്രം കാറ്റഗറീസ് ട്രെയിനിങ് ഉണ്ട്. ആ ഡയമണ്ട് ക്ലബ്ബ് ചെയ്താലല്ലേ ആ കാറ്റഗറി ട്രെയിനിങ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. സ്റ്റാറിന്റെ പോലെ ലീഡേഴ്സിന്റെ ട്രെയിനിങ് ഉണ്ട്, അത് കാറ്റഗറി ട്രെയിനിങ്ങാ. അത് നമ്മള് സ്റ്റാറായാലേ പോകാൻ പറ്റുള്ളൂ. സ്റ്റാറാവാത്ത ആൾക്ക് സ്റ്റാറിന്റെ പോലെ പോകാൻ പറ്റും. അപ്പൊ എന്തൊരു കാര്യം കമ്പനി വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് വളരാനും നമ്മുടെ ടീമിനെ വളർത്താനും. മുകളിലേക്ക് നമ്മൾ നോക്കണ്ട, മുകളിൽ എന്ത് വളർച്ച നടക്കുന്നുണ്ടോ നമ്മൾ നോക്കണ്ട, നമ്മളും നമ്മുടെ താഴേക്ക്. മുകളിൽ നിന്ന് പഠിക്കുക, താഴെ കൊടുക്കാം. മുകളിൽ നിന്ന് പഠിക്കുക, താഴെ കൊടുക്കാം. ഈ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് RCBയിൽ വന്നാൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഡയമണ്ട് ക്ലബ്ബാണ്. അതിനുശേഷം സൂപ്പർ ഡയമണ്ട് നമുക്ക് ചെയ്യാം. ഈ സ്റ്റാർ ഡയമണ്ട് സ്പീഡ് അച്ചീവ്മെന്റ് നേടണം. 2 വർഷം കൊണ്ട് 3 വർഷം കൊണ്ട് നമുക്ക് വലിയൊരു അച്ചീവ്മെന്റ് നമുക്ക് നേടണമെങ്കിൽ നമ്മൾക്ക് 27 നമ്മുടെ ലീഡേഴ്സ് അത് മാതൃകയായിട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് സജീവ് സാറും അനിൽ സാറും ബിജു സാറും വിജയൻ സാറും എല്ലാവരും നമുക്ക് മാതൃകയായിട്ട് 25,000 50,000 PV ഒക്കെ ചെയ്തിട്ടുണ്ട്. സജീവ് സാറൊക്കെ എല്ലാ വീതും വെറുതെ അല്ല, സ്റ്റാർ എമറാൾഡ് ആയത് അല്ലെങ്കിൽ വെറുതെ അല്ല. എമറാൾഡ് ആയത് അവർ പറയുന്നത് എന്തുകൊണ്ടാ? അവര് കമ്പനി പറഞ്ഞ ടാർഗറ്റുകള് ലീഡർ പറഞ്ഞപ്പോ ചെയ്തു. ലീഡർക്ക് വേണ്ടി ചെയ്തില്ല, അവർക്ക് വേണ്ടി ചെയ്തപ്പോ ഓട്ടോമാറ്റിക്കലി ടീം വളർന്നു, വലിയ അച്ചീവ്മെന്റിലേക്ക് വരാൻ അവർക്ക് സാധിച്ചു. അപ്പൊ നമ്മളെല്ലാവരും ക്ലബുകൾ ചെയ്യണ്ടേ? ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നത് എനിക്കും എന്റെ ടീമിന് വളരാനാണ് എന്ന് ബോധ്യമുള്ളവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തേ. എല്ലാവർക്കും അറിയാം. വെറുതെ അല്ല കുമ്പിടി ടീമിലേക്ക് എല്ലാ ലീഡേഴ്സും ഉറ്റു നോക്കുന്നത്. എല്ലാവരും കണ്ണേൽക്കാതെ നോക്കണം കേട്ടാ. കാരണം കുമ്പിടി ടീമിനെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നു. എന്താണ് കുമ്പിടില് നടക്കുന്നത്? അപ്പൊ സജീവ് സാർ കുമ്പിടിയിൽ ഒരു ഇല മറച്ചിടുന്ന കാര്യം പോലും ചെയ്യുന്നില്ല. എന്നിട്ട് കുമ്പിടി ടീം ഇങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് മറച്ചിട്ടാലോ? എല്ലാരും കൂടി ഒരു പരിശ്രമത്തിൽ മറച്ചിട്ടാൽ നമ്മുടെ ടീം എവിടെ നിൽക്കും? തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞ ഒരു ആളൂര് ഓരോരോ പഞ്ചായത്തുകളും നമ്പർ 1 ആയിട്ട് മാറും. കുമ്പിടി ഉൾപ്പെടുന്ന ആ പഞ്ചായത്തുകളും ആ പ്രദേശങ്ങളെല്ലാം നമ്പർ 1 രീതിയിലേക്ക് എക്സിക്യൂട്ടീവ് ലെവലിലേക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറും. നമ്മളെ ആളുകൾ അംഗീകരിക്കും. നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഒരാൾ. കാരണം നമ്മുടെ ചിന്താഗതികൾ അങ്ങനെയാണ്. നമ്മൾ ആരെങ്കിലും നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല. എല്ലാവരും നന്നാവണം. അല്ല, എല്ലാവർക്കും ബോണസ്, എല്ലാ മാസവും ബോണസ്, എല്ലാ വർഷവും ബോണസ്. സാറിന്റെ മുദ്രാവാക്യമാണ്. ബിജു സാർ ഓരോരോ പുതിയ കാര്യങ്ങൾ നല്ലൊരു കൈയ്യടി നമ്മൾ ബിജു സാറിന് കൊടുക്കാം. കാരണം ബിജു സാർ പുതിയ പുതിയ ട്രെൻഡുകളും പുതിയ പുതിയ കാര്യങ്ങളും നമ്മൾ ടീമിൽ കൊണ്ടുവരുന്ന വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ലീഡേഴ്സിന് ഒരു നന്ദി പറയാം. അതിനുശേഷം വരുന്നതാണ് നമ്മള് ഓഡിയോ ആൻഡ് വീഡിയോ. നമ്മള് ഇതിന്റെ മുതിർന്ന ലീഡേഴ്സിന്റെ ക്ലാസ്സുകളുണ്ട് യൂട്യൂബിൽ. സജീവ് സാറിന്റെ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. സജീവ് സാറിന്റെ യൂട്യൂബ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടും. അപ്പൊ സജീവ് സാർ എങ്ങനെ എത്ര ലെവലിലേക്ക് എത്തി എന്നുള്ളൊരു കാര്യം നമുക്ക് അദ്ദേഹത്തിന്റെ യൂട്യൂബ് കൂടെ നിരന്തരമായ പ്രവർത്തനം നമ്മൾ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മൾ നേരിട്ട് തൊട്ടറിയുന്ന ലീഡറാണ്, നമ്മുടെ തൊട്ടടുത്തുള്ള ലീഡറാണ്. പക്ഷെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ക്ലാസ് കേൾക്കണം നോക്കാം. ആ ക്ലാസ്സിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഓഡിയോ ആൻഡ് വീഡിയോ നമ്മള് കമ്പനിയുടെ പല കാര്യങ്ങളും ഇന്ന് എന്താ പറയാ CCGയുടെ പ്രോഗ്രാമിൽ യൂട്യൂബിലുണ്ട്. രാവിലെ 6 മണിക്ക് ഗുരുകുലം എന്നൊരു പ്രോഗ്രാം ഉണ്ട്. നമ്മുടെ മുതിർന്ന ലീഡേഴ്സിന്റെ ക്ലാസ്, ഡോക്ടർ ആൻ സാറിന്റെ ക്ലാസ് നമുക്ക് യൂട്യൂബിൽ ഗിരി സാറിന്റെ ഇന്ന് നമ്മളെല്ലാം സ്വപ്നം കാണാൻ പഠിപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാം ആ സ്വപ്നത്തിലേക്ക് എത്തിക്കുന്ന ഒരു ലീഡറാണ് ഗിരി സാർ. അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളുണ്ട്. പിന്നെ മുകേഷ് കോത്താരി, ഗോപകുമാർ സാറ്, സ്റ്റാർ ഡയമണ്ട് OP ശർമ്മ, ഇവരൊക്കെ ക്ലാസ്സുകൾ യൂട്യൂബിലുണ്ട്. അത് നമ്മൾ കേൾക്കാം. യൂട്യൂബിലുണ്ട്. ഇപ്പൊ CD ഇല്ലല്ലോ, ആദ്യമൊക്കെ CD ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അവരുടെ ഓഡിയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ കളിച്ചാൽ നമുക്ക് രവി OP ശർമ്മ, OP ശർമ്മ സാറിന്റെ ക്ലാസ്സുകൾ കേൾക്കാം. ഹിന്ദി ക്ലാസ്സുകളൊക്കെ നമ്മൾ കേൾക്കണം. ഈ ഹിന്ദി ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ജോ ദിക്താ ഹേ വോ ദിക്താ ആണെന്നേ വിൽക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ പല പല ഹിന്ദി വേർഡുകളും ഞാൻ പഠിക്കുന്ന ഇങ്ങനത്തെ യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ ചിലപ്പോൾ കേൾക്കും, അല്ലെങ്കിൽ വെറുതെ കേൾക്കും. അങ്ങനെയാണ് ഞാൻ പല ഹിന്ദി ചില സാഹചര്യങ്ങളൊക്കെ തട്ടിക്കുന്നത്. അപ്പൊ നമ്മളത് കേൾക്കാൻ ശ്രമിച്ചു നോക്കി. അതുമാതിരി തന്നെ നല്ല ബുക്സ് വായിക്കുക. ഇപ്പൊ ആരോഗ്യത്തിന്റെ ആഘോഷം ഒരു ബുക്ക് വന്നിട്ടുണ്ട്, മനീഷ മാഡത്തിന്റെ. നമ്മളത് വായിക്കുക. അങ്ങനെയുള്ള ബുക്കുകൾ നമ്മൾ ഇഷ്ടംപോലെ ടൂൾസ് നമുക്കുണ്ട്.
ബുക്കൊക്കെ നമ്മുടെ പ്ലാൻ ബുക്ക് ഉണ്ട്. പിന്നെ വലിയ വലിയ ബജാജിന്റെയും വലിയ വലിയ ആളുകളുടെയും ബുക്കുകളുണ്ട്. ആ ബുക്കുകൾ കേട്ട് നമുക്ക് ഇൻസ്പിറേഷൻ വരും. മോട്ടിവേഷൻ നമ്മൾ തന്നെ ആവണം. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം. അപ്പൊ അങ്ങനത്തെ വലിയ വലിയ ബുക്കുകളൊക്കെ നമ്മൾ വായിക്കുക. നമുക്ക് അതിൽ നിന്നുള്ള അറിവുകള് പല ബുക്കുകൾ നമുക്ക് മനോരമ മംഗളം എന്ന ബുക്കുകളെല്ലാം ഞാൻ പറഞ്ഞ, അല്ലാതെ നമുക്ക് വളരാനും നമുക്ക് വേണ്ടി നമ്മുടെ ജീവിതം ഇന്ന് നമ്മുടെ അച്ഛൻ എന്തായിരുന്നോ നമ്മുടെ അപ്പൂപ്പൻ എന്തായിരുന്നോ നമ്മൾ നോക്കണ്ട. നമ്മളും നമ്മുടെ തലമുറകളും എന്താവണം. അച്ഛൻ അപ്പൂപ്പന് ജീവിച്ച മാതിരി നമുക്ക് ജീവിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. അതായത് നമ്മുടെ ജീവിത സ്റ്റൈല് മാറി, നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വളരേണ്ടതുണ്ട്, നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പഠിക്കണമെങ്കിൽ നമുക്ക് മനോരമ മംഗളം വായിച്ച മാതൃഭൂമി വായിച്ചാൽ കിട്ടോ? കിട്ടില്ല എന്നാണ് ഞാൻ വായിക്കാറില്ല. റിച്ച് ഡാഡ് പൂർ ഡാഡ്, ഇതാണ് റിച്ച് ഡാഡ്. വലിയ അച്ഛൻ, ദരിദ്രനായ അച്ഛൻ. ഈ പൂർ ഡാഡിൽ നിന്ന് റിച്ച് ഡാഡിലേക്ക് എങ്ങനെ ആവാം? റോബർട്ടോ കിയോസാക്കിയുടെ ഒരു ബുക്കുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ബുക്കുകളുണ്ട്. ഗിരീഷ് സാർ പല ബുക്കുകൾ. അപ്പൊ അങ്ങനത്തെ ബുക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുക, അത് മേടിക്കുക. നാളെ നമ്മുടെ ലീഡേഴ്സിന്റെ ബുക്ക് ഇറങ്ങും. നാളെ സജീവ് സാറിന്റെ ബുക്ക് ഇറങ്ങില്ല പറയാൻ പറ്റില്ല, ഇറങ്ങും. അപ്പൊ അത് നമ്മുടെ തലമുറകൾ വായിക്കും. നമ്മുടെ ബുക്ക് ഇറങ്ങും, നമ്മൾക്കും ബുക്ക് എഴുതാം. നമ്മുടെ ജീവിതം തന്നെ ഒരു ബുക്കായിട്ട് എഴുതിയാൽ മതി. നമ്മളും ദരിദ്രരിൽ നിന്ന് നമ്മള് സമ്പന്നതയിലേക്ക് പോകുന്ന ഒരു ജേണിയാണ് RCM. അതിന് ഇത്രയും നല്ലൊരു സംവിധാനത്തിലേക്കാണ് നമ്മുടെ ഓരോരുത്തരും പറഞ്ഞ് മനസ്സിലാക്കി പിന്നാലെ നടന്ന് നമ്മളോട് നീ ജോയിൻ ചെയ്യ് എന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ബാബു സാർ പറഞ്ഞ ഒരു കിഡ്സ് കൊണ്ടുവന്ന് എന്നിപ്പോ 10 ലക്ഷത്തിന്റെ കാറിൽ നടത്താൻ ആര് കാരണക്കാരനായി? സജീവ് സാറ് കാരണക്കാരൻ. അങ്ങനെ നാളെ ഓരോ വേദികളിലും നമ്മൾ കൊണ്ടുവന്ന ആളുകളെ കൊണ്ട് നമുക്ക് പറയിക്കാൻ സാധിക്കുമ്പോഴാണ് റിയൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് നമുക്ക്. അത് ഇന്നറിയുന്നുള്ളൊരു സന്തോഷം വരുന്നുണ്ട്. ആ ഒരു സന്തോഷം വേറെ എന്ത് ചെയ്താലും കിട്ടില്ല. നമ്മളെ മറ്റുള്ളവര് അവരുടെ കണ്ണ് നനഞ്ഞുകൊണ്ട് അവര് വേദിയിൽ നിന്നിട്ട് എന്നെ പറ്റിയോ അല്ലെങ്കിൽ റീന മാഡത്തിനെ പറ്റിയോ സാറിനെ പറ്റിയോ സജീവ് സാറിനെ പറ്റിയോ നമ്മൾ ചില കാര്യങ്ങള് നമ്മള് സജീവ് സാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ തൊണ്ടയിടാറുണ്ട്, നമ്മുടെ കണ്ണ് നനയാറുണ്ട്. അത് എന്തുകൊണ്ടാണ്? അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്ന ലീഡറാണ്, അടിത്തട്ടിലേക്ക് ഇറങ്ങി വരുന്ന ലീഡറാണ് സാറൊക്കെ. കാരണം അവര് വന്ന അവരുടെ ജീവിത രീതി എന്തായിരുന്നോ, ഇനി അവരെങ്ങോട്ടാണ് പോകുന്നത്, ആ ലക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഇവിടെ ഇരുന്ന് കൊണ്ട് 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, നമ്മുടെ വീട് എന്താണ്, നമ്മുടെ കാർ എന്താണ്, നമ്മൾക്ക് ഈ സമൂഹത്തിലുള്ള വില എന്താണ്, നമ്മൾക്ക് നമ്മളോട് ഒരു മതിപ്പുണ്ടാവും. അപ്പോൾ ഒരു അനുഭൂതി വരും, ഒരു സംതൃപ്തി വരും. ഇതെല്ലാം വരണമെങ്കിൽ നമ്മൾ RCM കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും RCM കൂടെ വലിയ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇന്നൊരു അവസരം തന്ന അനിൽ സാർ സിനിമ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് RCM. താങ്ക് യു മാഡം. താങ്ക് യു സാർ. അടിപൊളി പ്രസന്റേഷൻ. എന്താ പറയാൻ വാക്കുകളില്ല. ഒരു 8 പോയിന്റ് നമുക്ക് ഒരു നിമിഷം കൊണ്ട് പറഞ്ഞു തീർക്കാം. പക്ഷെ സാറ് 4 പോയിന്റ് എത്ര വിശദമായിട്ടാണ് പറഞ്ഞത്. അതേപോലെ തന്നെ സാറ് ഇതിലൂടെ ജീവിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സാറ് ഗോൾ സെറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോ സാറ് അന്ന് ഒരു വീടിന്റെ ഫോട്ടോ കാണിച്ചെന്ന കാര്യം എനിക്ക് ഓർമ്മയായിരുന്നു. അപ്പൊ അത്രയും ഒരു ഗോള് സാറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രവർത്തിച്ചുകൊണ്ടാണ് സാറ് പറഞ്ഞത് കാര്യങ്ങൾ. സാറൊരു ജീവിതത്തിന്റെ ഒരു രീതിയിലാണ്, സാറിന്റെ ഒരു മനസ്സിൽ നിന്നുള്ള കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. അടിപൊളി 4 പോയിന്റുകൾ ഏതൊരു വ്യക്തികൾക്കും കറക്റ്റ് മനസ്സിലാവുന്ന രീതിയിലാണ് സാറ് പറഞ്ഞത്. അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല, അപ്പൊ എൻ്റെ ലീഡറാണ്. അപ്പൊ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമുക്കിവിടെ ലീഡേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത്ര നന്നായിട്ട് ക്ലാസ് തന്ന കൃഷ്ണകുമാർ സാറിന് നല്ലൊരു കയ്യടി കൊടുക്കാം. ഹൃദയത്തിന്റെ ഭാഷയിൽ തന്നെ നല്ലൊരു കയ്യടി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഒരു കമന്റ് ഇതിന് നമ്മുടെ സ്റ്റാർ എമറാൾഡ് സജീവ് കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് കം ഓൺ ദി സ്റ്റാർ. താങ്ക് യു റീന മാഡം. വളരെ സന്തോഷം. RCMലൂടെ വിജയിക്കാനുള്ള വിജയമന്ത്രങ്ങള് പൊൻപൊലിയിലൂടെ ഇങ്ങനെ മുഴങ്ങുമ്പോ
സന്തോഷമാണ് തോന്നുന്നത്. കാരണം വിജയിക്കാനുള്ള ശങ്കുലിയാണ് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആർക്കാണോ കേൾക്കാൻ യോഗമുള്ളത് അവര് പൊൻപള്ളിയില് ഉണ്ടായിരിക്കും. ആർക്കാണോ അത് കേൾക്കാൻ യോഗമില്ലാത്തത് അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. അപ്പോ ഇന്ന് പൊൻപള്ളിയിലൂടെ വിജയിക്കാനുള്ള വിജയമന്ത്രങ്ങളുടെ ശങ്കുലിയാണ് ഇന്ന് കൃഷ്ണകുമാർ സാറ് മുഴക്കിയത്. അതും അദ്ദേഹത്തിന്റെ ജീവിത അനുഭവത്തിലൂടെ. സാധാരണ പല ആളുകളും വിജയിക്കാനുള്ള വിജയമന്ത്രങ്ങളും പോയിന്റുകളും വിജയതന്ത്രങ്ങളും ഒക്കെ പോയിന്റ് ടു പോയിന്റ് പറയും. പക്ഷെ അത് ആർക്കും പറയാം. പക്ഷെ ആ പോയിന്റ് എൻ്റെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ എൻ്റെ തെറ്റിലൂടെ അല്ലെങ്കിൽ എൻ്റെ തിരുത്തലുകളിലൂടെ മനസ്സിലാക്കിയ ഒരു വ്യക്തി പറയുമ്പോൾ അതിന് മൂല്യം കൂടും. അതാണെന്ന് കൃഷ്ണകുമാർ സാറിന്റെ ഓരോ പോയിന്റുകളും അത് ഉള്ളിലേക്ക് തറച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അദ്ദേഹം ഇന്ന് ആർസിമിലേക്ക് അനിൽ സാറിലൂടെ കടന്നു വന്നു. അന്ന് മുതല് ആർസിമില് ഏറ്റവും ഡെഡിക്കേഷൻ ആയിട്ട് ഇന്ന് ആർസിമിനെ ഉൾക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്. പറഞ്ഞു ഈകളാകുമ്പോഴേക്കും കോട്ടിട്ട് ഞാൻ പറയുന്നു, ഇന്ന് ഏതൊരു പ്രോഗ്രാം ഉണ്ടോ അവിടെ വളരെ നല്ല രീതിയിൽ ഡ്രസ് കോഡിൽ വരുന്ന ഒരു വ്യക്തി ഇന്ന് കൃഷ്ണകുമാർ സാറിന് നമുക്ക് കാണാൻ പറ്റും. ഓരോ ഗേറ്റിലും അദ്ദേഹം ഉണ്ടായിരിക്കും. കാരണം ഓരോ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാറാൻ തയ്യാറാകുക. നമ്മളെ മാറ്റാനുള്ളതാണ് ആർസിഎം. ആർസിഎമ്മിനെ മാറ്റാനുള്ളതല്ല നമ്മൾ. അതിന് നമ്മളായിട്ടില്ല. പല ആളുകളും പറയുന്നൊരു കാര്യം, അത് അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ അതിൽ നമ്മൾക്ക് മാറ്റം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റം ഉണ്ടാവില്ല, നമ്മുടെ കൂടെ വരുന്നവർക്കും മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനെയാണെങ്കിലാണ് നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ആ ഒരു സിസ്റ്റമാണ് ആർസിഎം നമ്മുടെ മുന്നിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. 6 ബേസിക് ചെയ്താൽ വണ്ടി ഓടി തുടങ്ങും. 8 കോർ സ്റ്റെപ്പ് പാലിച്ചാൽ വണ്ടിയുടെ സ്പീഡ് കൂടും. ഇനി 7 കാർണർ റൂൾസ് ഉണ്ട്, അത് അതായത് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ചെയ്താൽ വണ്ടി കേടാവും, പിന്നെ മുന്നോട്ട് പോവില്ല. അപ്പൊ അങ്ങനെയുള്ള ഗോൾഡൻ പോയിന്റുകളിലെ 8 കോർ സ്റ്റെപ്പ് അതാണ് ഇന്ന് കൃഷ്ണകുമാർ സാറിലൂടെ ഇന്ന് പറഞ്ഞത്. വളരെ സന്തോഷം സാർ. എന്താണോ എങ്ങനെയാണോ നമ്മൾ ആ കാര്യം നമ്മുടെ ടീമിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അത് തന്നെയാണ് ഇന്ന് കൃത്യമായിട്ട് അത് പറഞ്ഞത്. എന്തായാലും വളരെ സന്തോഷം. കാരണം ഏത് പോയിന്റ് ആയിക്കോട്ടെ, ഏത് കാര്യമായിട്ടെ, അത് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേജിലായിക്കോട്ടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് കൃഷ്ണകുമാർ സാറ്. അപ്പൊ ഇനിയുള്ള നാളുകളിൽ ഞാൻ ഇന്ന് പൊൻപുലയിൽ അദ്ദേഹത്തിനോട് ചോദിക്കാതെ തന്നെ ഞാൻ ഇന്ന് പറയാണ്, വരും നാളുകളിൽ ഏറ്റവും വലിയ നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന, അച്ചീവ്മെന്റിലേക്ക് കൊണ്ടുവരുന്ന, സ്വയം അദ്ദേഹം തന്നെ അച്ചീവ്മെന്റ് ആയി കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകപരമായിട്ടുള്ള ലീഡറായിട്ട് ഇനി അങ്ങോട്ട് മാറും. ഇതുവരെ പല പോരായ്മകളും ഏതൊരു വ്യക്തി ആർസിബിലേക്ക് കടന്നു വന്നാലും പല രീതിയിലൂടെ പല പ്രശ്നങ്ങള് ഒക്കെ നമ്മളെ അലട്ടും. അവിടെയൊക്കെ ചിലര് ചഞ്ചലിക്കും, ചിലര് ഇട്ടെറിഞ്ഞു പോകും. പക്ഷെ ചിലര് ഏത് പ്രശ്നം വന്നാലും പാറ പോലെ ഉറച്ച് നിന്ന് ആർസിബിലൂടെ ഞാൻ വിജയിച്ചടങ്ങും എന്നുള്ള തീരുമാനം എടുക്കും. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് കൃഷ്ണകുമാർ സാറ്. എന്ത് പ്രതിസന്ധികൾ വന്നിട്ടും അവിടെ ഉറച്ചു നിന്ന്, അല്ലെ, പോരായ്മകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും. കാരണം പ്രതിസന്ധികൾ വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ പോരായ്മകൾ എന്താണെന്ന്. ആ പ്രതിസന്ധികൾ വന്നിട്ടും ഇന്നും ആർസിബിലൂടെ അടിയുറച്ച് വിശ്വസിച്ച് നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ഇന്ന് കൃഷ്ണകുമാർ സാറ് നമ്മളോടൊപ്പം ഉണ്ട്. വരുന്ന ആളുകളിൽ ഏറ്റവും നല്ല പെർഫോമറായിട്ട്, ഏറ്റവും നല്ല ലീഡറായിട്ട് നമ്മൾ കാണും, അത് കണ്ടിരിക്കും എന്നുള്ളതിന്റെ ഒരു വരവാണ് ഇന്നത്തെ പൊൻപള്ളിയിലുള്ള വരവ്. അത് 1.5 വരവായി
ഭാഗ്യം മാഡം തുടക്കത്തിൽ ചോദിച്ചു, കൃഷ്ണകുമാർ സാറേ കുറച്ച് നാളായിട്ടല്ലേ കണ്ടിട്ട്, അല്ലെ കുറച്ച് നാളായിട്ട് കേട്ടിട്ട്, ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ ലീഡറുടെ സ്പീച്ച് ഉണ്ടായിരിക്കും. എന്തായാലും വളരെ സന്തോഷം സാർ, സൂപ്പർ. ഒന്നും പറയാനില്ല. എന്റെ പേര് സജീവ് കുമാർ, കുമ്പടി ഞമുക്കലാണ് വീട്, ചാരമറാളുടെ ആണ്. വളരെ സന്തോഷം. കൃഷ്ണകുമാർ സാർ അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ലീഡർ ആദ്യം ചെയ്യണം, ലീഡർ മുന്നിട്ട് നിൽക്കണം. അനിൽ ബാലചന്ദ്രൻ സാറിന്റെ ഒരു ക്ലാസ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു കാര്യം, പല ആളുകളും പറയുന്ന ഒരു കാര്യം, ടീമംഗങ്ങള് എന്തെങ്കിലും ചെയ്യണ്ടേ, എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടീമംഗങ്ങള് മീറ്റിംഗ് വിളിച്ചാൽ വരണ്ടേ, എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ടീമംഗങ്ങള് പറഞ്ഞിട്ട് കേൾക്കണ്ടേ, എന്നാലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയല്ല, നമ്മൾ ചെയ്ത് കാണിച്ചാലാണ് അത് ടീമംഗങ്ങൾ ചെയ്യുള്ളൂ. അതിനൊരു തോത് അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ടീമംഗങ്ങള് ഒരു പോയിന്റ്, ഒരു 10 പോയിന്റിലാണ് നമ്മുടെ മാർക്ക് എന്ന് കരുതാം. ഒരു പോയിന്റ് നമ്മുടെ ഉത്സാഹം, നമ്മുടെ എനർജി, നമ്മുടെ വിജയിക്കാനുള്ള തീവ്രത, നമ്മൾ വിജയിച്ചടങ്ങുന്നുള്ള തീരുമാനം, ഉറച്ച നിലപാട്, ഈ ഒക്കെ കാര്യങ്ങള് ഒരു പോയിന്റ് ഉണ്ടായാൽ നമ്മുടെ ടീമംഗങ്ങള് അനങ്ങില്ല. ടീമംഗങ്ങൾ ഒരു പോയിന്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ 4ഓ 5ഓ പോയിന്റിലായിരിക്കണം നമ്മുടെ ഉത്സാഹം, തകൃതി, നമ്മുടെ എനർജി, നമ്മുടെ വിജയിക്കാനുള്ള ആവേശം. അത് 4ഓ 5ഓ പോയിന്റില് ലീഡേഴ്സിന് ഉണ്ടെങ്കിലാണ് ടീം അംഗങ്ങള് 0 to 1, അതായത് ഒരു പോയിന്റ് അനങ്ങുള്ളൂ. ആലോചിച്ച് നോക്കൂ. പല ആളുകളും ടീമംഗങ്ങളെ തോളിക്കൂടെ കൈയിട്ടിട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. കാരണം അവര് ചെയ്താൽ ഞാൻ ചെയ്യാം, സേമിച്ച് അങ്ങനെ തോളിക്കൂടെ കൈയിട്ട് അല്ല. ഒരിക്കലും നമ്മൾ ഒരുമിച്ചല്ല ടീമംഗങ്ങള് വളരേണ്ടത്. നമ്മൾ ഒരു പടി, ആരാണോ ലീഡർഷിപ്പ് ഉദ്ദേശിക്കുന്നത്, ആരാണോ നല്ല ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആരാണോ വളർച്ചയുടെ പാതയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്, ആരാണോ ടീമിൽ മാറ്റം അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്യുന്നത്, ആരാണോ അതിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നത്, അവര് ടീമിൽ നിന്ന് ഒരു 3ഓ 4ഓ പോയിന്റ് മുന്നിലായിരിക്കണം അവരുടെ ഉത്സാഹം, വളർച്ച. വളർച്ച എന്ന് പറയുമ്പോൾ അച്ചീവ്മെന്റിന്റെ വളർച്ച അല്ല. പല ആളുകളും തെറ്റിദ്ധരിക്കും. ഇവിടെ അച്ചീവ്മെന്റിന്റെ വളർച്ചയല്ല, ആർസിഎമ്മിന്റെ അറിവിന്റെ വളർച്ച. ആർസിഎമ്മില് എങ്ങനെ നമ്മള് എനർജി ഫീൽ ചെയ്ത് നിൽക്കുന്നു, നമ്മുടെ ടീമുകളെ വളർത്താൻ നമ്മൾ കെയറിങ് മെന്റാലിറ്റി എല്ലാം നമ്മൾ എന്താണ്, നമ്മുടെ ടീമിന്റെ 4ഓ 5ഓ പോയിന്റിൽ നമ്മൾ നിന്നാലാണ് നമ്മുടെ ടീം അംഗങ്ങള് ഒരു പോയിന്റ് നിൽക്കുള്ളൂ. ടീം അംഗങ്ങള് 4 പോയിന്റിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ 7ഓ 8ഓ പോയിന്റിലേക്ക് പോകണം എന്നുള്ളതാണ് പറഞ്ഞത്. ശരിയല്ലേ? നമ്മുടെ ലീഡേഴ്സ് പറയാറില്ലേ, നമ്മുടെ ടീം അംഗങ്ങള് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ നമ്മൾ 10 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ച് കാണിക്കണം. നമ്മുടെ ഉത്സാഹം 10 സ്റ്റെപ്പില് മുന്നോട്ട് നിന്നാലാണ് നമ്മുടെ ടീം അംഗങ്ങള് ഒരു പോയിന്റിൽ ഉത്സാഹം കാണിക്കുള്ളൂ. ടീമിന് ഉത്സാഹം ഇല്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ആര് തോറ്റു? ആരാ തോൽക്ക? ആരാണോ വിജയിക്കുന്നതായിരിക്കുന്ന ആ വ്യക്തിയാണ് തോൽക്കുക. ടീമിൽ ഉത്സാഹം എങ്ങനെ കാണും? നമ്മുടെ ഉത്സാഹം കണ്ടിട്ടാണ് ടീമില് ഉത്സാഹം കാണുന്നത്. കൃഷ്ണകുമാർ സാറ് പറഞ്ഞില്ലേ, അല്ലെ, പെറ്റിട്ട് കഴിഞ്ഞാൽ അമ്മ എന്നാണ് മുന്നേ വിളിക്കുക. എന്ന കാരണം ആദ്യം കാണുന്ന അമ്മ എന്നാണ്. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് നമ്മുടെ ടീം മുന്നേ ചെയ്യുക. നമ്മൾ മീറ്റിങ്ങിന് പോവാത്ത ആളാണെങ്കിൽ നമ്മുടെ ടീം മീറ്റിങ്ങിന് പോവില്ല. അതിന്റെ മുകളിലുള്ള ലീഡേഴ്സ് പല ആളുകളും മീറ്റിങ്ങിന് പോകുന്നതായിട്ട് അവര് കാണുന്നുണ്ട്. പക്ഷെ അവരാരെയാ ഫോളോ ചെയ്യാ? തുടക്കത്തില് തൊട്ടടുത്ത് കാണുന്ന ആളെ. അല്ലെ, അമ്മ എവിടേക്ക് പോകുന്നു? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അമ്മേനെ പ്രതിയിട്ടാണ് കുട്ടികൾ കരയാ. അമ്മ എവിടേക്ക് പോകുന്നു അതിന്റെ പിന്നാലെ പോവും. അല്ലെ, വേറെ ആരെങ്കിലും എടുക്കാന്ന് വെച്ചാലും തുടക്കത്തില് അത് കുട്ടി സമ്മതിക്കണമെന്നില്ല. കാരണം അമ്മ എന്താണ് ചെയ്യുന്നത് അതിന്റെ പിന്നാലെയാണ് പോവാ. അമ്മ തീച്ചൂളയിലേക്കാണ് പോകുന്നുണ്ടെങ്കിലും കുട്ടി അന്ന് അമ്മ പൊക്കട്ടെ, അത് തീച്ചൂളയല്ലേ? അല്ല, അമ്മ ആ തീച്ചൂളയ്ക്കായാലും ആ അമ്മയുടെ കൂടെ കുട്ടി പോകും. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ എന്താണോ നമ്മുടെ ടീം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ ഒരു 4ഓ 5ഓ പടി മുന്നിലായിരിക്കണം നമ്മുടെ ഉത്സാഹം, നമ്മുടെ പ്രവർത്തനം. എന്നാൽ മാത്രമാണ് നമ്മുടെ ടീം അനങ്ങുള്ളൂ.
അത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ടീം ചെയ്യുന്നുണ്ടോ, ഇന്ന് ടീമുണ്ടോ, ടീമിൽ എത്രത്തോളം എന്താണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അത് നോക്കിയിട്ടല്ല നമ്മൾ പ്രവർത്തനം ചെയ്യേണ്ടത്. നമ്മൾ കാര്യങ്ങൾ ചെയ്തു തുടങ്ങും, നമ്മൾ മീറ്റിങ്ങിന് പോയി തുടങ്ങും, നമ്മൾ ട്രെയിനിങ്ങിന് പോയി തുടങ്ങും, നമ്മൾ ടാർഗറ്റ് ഏറ്റെടുക്കൂ. എല്ലാം നമ്മളാണ് ആദ്യം അവനവനാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് മറ്റുള്ളവരോട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ 8 കോർ സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞ് ചിലവർ എഴുതി വെച്ചിട്ടുള്ളൂ, ഇതൊന്നും പാലിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാ. 6 ബേസിക് ചിലർ എഴുതി വെച്ചിട്ടുള്ളൂ, അത് നോക്കുന്ന ആളുകളുടെ എണ്ണം കുറവാ. അത് ഞാൻ പാലിക്കുന്നുണ്ടോ, എന്റെ ടീം പാലിക്കുന്നുണ്ടോ, അത് കുറവാ. സത്യത്തിൽ 21 ഗോൾഡൻ സ്റ്റെപ്പുകൾ എഴുതി വെച്ചിട്ട് 21 ഗോൾഡൻ സ്റ്റെപ്പുകൾ എഴുതി വെച്ചിട്ട് ഞാനത് 100% പാലിക്കുന്നുണ്ടോ എന്ന് ഓരോ പോയിന്റുകളും ഒന്ന് നിരത്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മളോട് തന്നെ ഒരു പോരായ്മ തോന്നും. കാരണം എന്താണ്, ഒരു 6 ബേസിക് 5 മിനിറ്റ് കൊണ്ട് പറയാം, 10 മിനിറ്റ് കൊണ്ട് പറയാം. ഞാൻ കറൂറ്റി പ്രോഗ്രാമിൽ 2 മണിക്കൂർ കൊണ്ടാണ് 6 ബേസിക് പറഞ്ഞത്. എന്നിട്ട് സമയം പോരാ. ആ 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞപ്പോഴാണ് പല ആളുകളും എന്താണ് എന്നോട് പറഞ്ഞു, സാറേ ഇപ്പോഴാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധ്യം വന്നത്, എന്താണ് ചെയ്യാത്തതെന്ന് ബോധ്യം വന്നത്, എന്ത് ചെയ്താലാണ് വിജയിക്കാൻ പറ്റുള്ളൂ എന്ന് ബോധ്യം വന്നത്. അപ്പൊ അതുപോലെ ഓരോ പ്രോഗ്രാമിലും കേട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എന്തിനാണ് ഇപ്പൊ ഇവിടെ തന്നെ 6 ബേസിക് എത്ര പറഞ്ഞിട്ടുണ്ടാവും, പൊൻപുലരിയില് 8 കോർ സ്റ്റെപ്പ് എത്ര പറഞ്ഞിട്ടുണ്ടാവും. അനീസാറിനോട് ഞാൻ പറഞ്ഞത് എന്താണ്, 6 ബേസിക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇനി 8 കോർ സ്റ്റെപ്പ് സാറ് പ്ലാൻ ചെയ്യൂ, അത് പറയിപ്പിക്കൂ. അത് ഇന്ന് 4 പോയിന്റ് വളരെ വൃത്തിയായിട്ട് ഇന്ന് കൃഷ്ണകുമാർ സാർ പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും ഏറ്റെടുക്കുക ആർസിമിനെ. ഞാൻ എന്ത് ചെയ്യുന്നു, എന്നിലൂടെയാണ് ബിസിനസ് വളരേണ്ടത്, മറ്റുള്ളവരിലൂടെ എന്റെ ബിസിനസ് വളരില്ല. മറ്റുള്ളവരിലൂടെ എന്റെ ബിസിനസ് വളരില്ല, എന്നിലൂടെ എന്റെ ബിസിനസ് വളരും. എന്നിലൂടെ മറ്റുള്ളവരും വളരും. മറ്റുള്ളവരിലൂടെ ഞാൻ വളരില്ല. മറ്റുള്ളവരിലൂടെ ഞാൻ വളരണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടും. അതുകൊണ്ട് എന്നിലൂടെ ഞാനും വളരും, മറ്റുള്ളവരും വളരും. ഇതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. അപ്പൊ എന്തായാലും ആ ഒരു ലീഡർഷിപ്പിന്റെ 4 പോയിന്റ്, ലീഡർഷിപ്പ് കൂട്ടാനുള്ള 4 പോയിന്റ് ഇന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കൃഷ്ണകുമാർ സാറിനും നല്ല രീതിയിൽ കോർഡിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന റീന മാഡത്തിനും, ഇന്ന് ഇതിന്റെ ഈ ഒരു പൊൻപുലരി ഇന്ന് എന്താണ് ഈ ഒരു ആഴ്ചത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ന് അതെങ്ങനെയൊക്കെ നടക്കുന്നു എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടെക്നിക്കൽ അച്ചീവർ അനിൽ സാറിനും വളരെ അഭിനന്ദനം. കാരണം എന്താണ്, ഇതെങ്ങനെ നടക്കുന്നു, എന്റെ ഉത്തരവാദിത്തത്തിലാണ് നടക്കുന്നത്, ഇതൊക്കെ എങ്ങനെ നടക്കുന്നുണ്ട്, അതൊക്കെ നോക്കണം. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതും ഉത്തരവാദിത്തത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ എന്തായാലും അത് അനിൽ സാർ കൃത്യമായിട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂര് മേഖലയിൽ അതിന്റെ കൃത്യം സ്ഥലം അറിയുന്ന ആളുകളൊന്ന് പറയണം. അനിൽ സാറിന്റെ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നു അനിൽ ആൻഡ് ഷീന മാഡം. അപ്പൊ ആ ഷോപ്പ് അവര് വേറൊരു സ്ഥലത്തേക്ക് മാറാണ്. കൊടുങ്ങല്ലൂരിൽ നിന്ന് കുറച്ച് ഒരു 10-12 കിലോമീറ്ററും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നു. അറിയുന്ന ആരെങ്കിലും ഈ പൊൻപുലരി ഉണ്ടെങ്കിൽ ഒന്ന് പറയണം സ്ഥലം കൃത്യമായിട്ട്. അവിടെ ഇന്ന് ഉച്ചവരെ ഒരു ക്ലാസ് ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് അതിലൊരു ക്ലാസ് ഉണ്ടായിരിക്കും. പള്ളിപ്പുറം പള്ളിപ്പുറത്താണ് പള്ളിപ്പുറത്താണ് ക്ലാസ്. അതേപോലെ തന്നെ നമുക്ക് നാളെ 3 പീടികയില് നമ്മുടെ ഫിറോസ് സാറിന്റെ കെയർ ഓഫിൽ 3 പീടികയില് എന്താണ് RCM, എന്തിനാണ് RCM, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു